താമസിപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ മുൻ ഭാര്യയുടെ ദേഹത്ത് ആസിഡ് ഒഴിച്ചെന്ന കോഴിക്കോട് ചെറുവണ്ണൂർ ആസിഡ് ആക്രമണ കേസിലെ പ്രതി പോലീസിനോട് കുറ്റസമ്മതം നടത്തി. സ്വന്തം കയ്യിൽ പരീക്ഷണം നടത്തിയ ശേഷമാണ് ആക്രമണം നടത്തിയതെന്നും പ്രതി പ്രശാന്തിന്റെ മൊഴി. മേപ്പയൂരിലെ കടയിൽ നിന്നാണ് ഇയാൾ ആസിഡ് വാങ്ങിയതെന്നും പോലീസിനോട് പറഞ്ഞു. മുൻ ഭാര്യ പ്രവിഷയുടെ ദേഹത്ത് ആസിഡ് ഒഴിച്ചത് മുഖം വിരൂപമാക്കാനെന്നാണ് പ്രതി പ്രശാന്ത് പോലീസിന് മൊഴി നൽകിയത്. കൂടെ താമസിപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് ആസിഡ് ഒഴിക്കാൻ തീരുമാനിച്ചത്. ആസിഡ് സ്വന്തം കയ്യിലുറ്റിച്ച് തൊലി കരിയുമോ എന്ന് പരീക്ഷിച്ചു. ഗുരുതര പൊള്ളലേൽക്കുമെന്ന് മനസ്സിലായതോടെയാണ് കൃത്യത്തിലേക്ക് കടന്നതെന്നും പ്രതി പോലീസിനോട്. ആദ്യം മൂത്ത മകനെ കൊണ്ട് കൃത്യം ചെയ്യിപ്പിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ മകൻ തയ്യാറായില്ല. തുടർന്നാണ് ആസിഡ് കുപ്പിയുമായി പ്രവിഷ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലെത്തിയത്. കൂടെ വരാൻ പറ്റുമോ എന്ന് അവിടെ വെച്ചും പ്രവിഷയോട് ചോദിച്ചു. പ്രവിഷ വിസമ്മതിച്ചു. തുടർന്നാണ് വണ്ടിയിൽ സൂക്ഷിച്ച ആസിഡ് പുറത്തെടുത്ത് പ്രവിഷയുടെ ശരീരത്തിൽ ഒഴിച്ചതെന്നും പ്രതി. മേപ്പയൂരിലെ കടയിൽ നിന്നാണ് ആസിഡ് വാങ്ങിയതെന്നും പ്രതി മൊഴി നൽകി. ഞായറാഴ്ച രാവിലെ 9:30 ചെറുവണ്ണൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന പ്രവിഷയുടെ ദേഹത്ത് പ്രശാന്ത് ആസിഡ് ഒഴിച്ചത്. പ്രവിഷയുടെ മുഖത്തും പുറത്തും നെഞ്ചിനും പൊള്ളലേറ്റു. പിന്നാലെ പ്രശാന്ത് മേപ്പയ്യൂർ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.